ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കാൻ വേണ്ടിയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും വേണം. ഇല്ലെങ്കിൽ ഷോർട്സിൽ 10 മില്യൺ വ്യൂസ് എങ്കിലും കിട്ടണം. പക്ഷേ ഇവിടെ ഡാറ്റാസ് പറയുന്നത് 97% യൂട്യൂബ് ചാനൽസും മോണിറ്റൈസ് ആവാൻ വേണ്ടി കുറഞ്ഞത് 6 മാസം മുതൽ 3 വർഷം വരെ എടുക്കും. പക്ഷേ ഞാൻ എൻ്റെ ഈ ചാനലിന് വെറും 3 ആഴ്ച കൊണ്ടായിരുന്നു മോണിറ്റൈസ് ആക്കിയത്. അതും കൂടാതെ തന്നെ റീസെന്റ് എൻ്റെ മൂന്നാമതായിട്ട് ഒരു യൂട്യൂബ് ചാനലിനെ ഞാൻ വെറും 15 ദിവസം കൊണ്ട് മോണിറ്റൈസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചാനലിനെ ഞാൻ പതിയെ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ ഇനിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതിനെ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി ഈ എക്സാക്ട് കോണ്ടന്റ് സ്ട്രാറ്റജി ആയിരിക്കും ഉപയോഗിക്കുക. എന്റെ പേര് ഷാരോൺ. ഐ എം എ കോണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ്. ഐ ഹെൽപ് ഫൗണ്ടേഴ്സ് ആൻഡ് ബിസിനസ് ഓണേഴ്സ് ടു ഗ്രോ ദിയർ യൂട്യൂബ് ചാനൽ. സോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ 28 ദിവസം കൊണ്ട് എങ്ങനെ മോണിറ്റൈസ് ആക്കാൻ കഴിയും? നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയാൽ മാത്രമേ ആഡ് വരത്തുള്ളൂ. ആഡ്സ് വന്നാൽ മാത്രമേ റവന്യൂ വരത്തുള്ളൂ. അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. രണ്ടാമതായിട്ട് നിങ്ങൾ മിനിമം 3 വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്തിരിക്കണം. പിന്നെ 3000 വാച്ചേഴ്സ് നിങ്ങളുടെ ലോങ് ഫോം വീഡിയോസിൽ നിന്ന് കിട്ടണം. ഇല്ലെങ്കിൽ 3 മില്യൺ വ്യൂസ് യൂട്യൂബ് ഷോർട്സിൽ നിന്ന് 3 മാസം കൊണ്ട് കിട്ടണം. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ചാനൽ ആഡ്സ് വരണമെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സും ഇല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ 10 മില്യൺ വ്യൂസും കിട്ടണം. സോ ഇവിടെ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന 5 ടോപ്പ് സ്ട്രാറ്റജീസ് ആയിരിക്കും. ബോത്ത് ഷോർട്ട് ഫോം ക്രിയേറ്റേഴ്സിനും ലോങ് ഫോം ക്രിയേറ്റേഴ്സിനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് ഫോർമാറ്റ് സീലർ. ഇത് പൊതുവെ ഉപയോഗിക്കുന്നത് വൈറൽ വീഡിയോ ഏരിയാസ് കണ്ടുപിടിക്കാനാണ്. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ചാനലിലെ ആദ്യത്തെ വൈറൽ വീഡിയോ ഉണ്ടാക്കിയത്. ഇതെന്തെന്നാൽ ഒരു ആൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുടെ ഫോർമാറ്റിനെ നമ്മൾ അങ്ങ് സ്റ്റീൽ ചെയ്യും. ഹിയർ ഈസ് വൈ മിസ്റ്റർ ബീസ്റ്റ് ഈസ് എ ജീനിയസ്, ഹൗ ഹി ഗ്രൂ ഹിസ് യൂട്യൂബ് ചാനൽ. ഇത് മിസ്റ്റർ ബീസ്റ്റിനെ കുറിച്ച് ഈ ചാനൽ 6 വർഷം മുമ്പ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. വ്യൂസ് നോക്കിയാലും 6 മില്യണിലധികം വ്യൂസും ഈ ചാനലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കൂ. ഹിയർ ഈസ് വൈ ഫിറോസിക്ക ഈസ് എ ജീനിയസ്, ഹൗ ഹി ഗ്രൂ ഹിസ് യൂട്യൂബ് ചാനൽ. സോ ഈ വീഡിയോസ് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? സത്യത്തിൽ 2 വീഡിയോസും എൻറ്റയർലി ഡിഫറെന്റ് വീഡിയോസ് ആണ്. പക്ഷേ ഈ വീഡിയോ ഐഡിയാസും എന്റെ വീഡിയോ ഐഡിയാസും സിമിലർ ആയിട്ട് കാണാൻ കഴിയും. ഇവിടെ ഈ വീഡിയോ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആ ഫോർമാറ്റ് സ്റ്റീൽ ചെയ്തിരുന്നു. എന്നിട്ട് എന്റെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തപ്പോൾ എന്റെ വീഡിയോയും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തു. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആൾറെഡി സക്സസ്ഫുൾ ആയ ഐഡിയാസോ ആ വീഡിയോയുടെ ടൈറ്റിലോ തംബ്നെയിലോ ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് എലിമെന്റ്സ് നിങ്ങളുടെ നീഷിൽ കൊണ്ടുവന്ന് ചെയ്താൽ അത് വർക്കാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം. If I started drawing today, this is what I would do. If I started from scratch again, I do this. If I started a YouTube channel in 2026, I do this. If I started investing in 2026, this is what I would do. If I started photography in 2025, this is what I would do. അതെ, ഡ്രോയിങ് ഇഷ്യൂട്ട്, യൂട്യൂബ്, ഫിനാൻസ്, ഇൻവെസ്റ്റിംഗ്, ഫോട്ടോഗ്രാഫി ഇങ്ങനെ പല നീഷസിലെ ക്രിയേറ്റേഴ്സും ഈ ഫോർമാറ്റ് ഉപയോഗിച്ച് വീഡിയോസ് ചെയ്ത് കാണാൻ കഴിയും. ഇവിടെ ഈ ഫോർമാറ്റ് ആദ്യമായിട്ട് ഏതോ ഒരു ക്രിയേറ്ററിന് നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല നീഷസിലുള്ള ക്രിയേറ്റേഴ്സും ഈ ഫോർമാറ്റിനെ സ്റ്റീൽ ചെയ്തിട്ട് അവരുടെ നീഷിൽ ഇംപ്ലിമെന്റ് ചെയ്തു. വേറൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഈ ഡൂപ്പി എന്ന ചാനൽ ചെയ്തിരിക്കുന്ന വീഡിയോ നോക്കൂ. ദി 7 ലെവൽസ് ഓഫ് റാപ്പർ. അടുത്തതായിട്ട് ടെക് ഇൻ ടീക്കപ്പ് എന്ന ഈ ചാനൽ നോക്കൂ. ദ 7 ലെവൽസ് ഓഫ് ഇന്റർനെറ്റ്. അടുത്തൊരു ചാനൽ ഈ വീഡിയോ നോക്കൂ. ദ 7 ലെവൽസ് ഓഫ് സ്പീഡ് സ്റ്റാർ എക്സ്പ്ലെയിൻഡ്. അടുത്ത് ഈ എനിമോർ എന്ന ചാനൽ നോക്കൂ. ദ 7 ലെവൽസ് ഓഫ് മൂവീസ്. ഇനി പേവ് ലവർ എന്ന ഈ ചാനൽ നോക്കൂ. ദി 7 ലെവൽസ് ഓഫ് പവർ സിസ്റ്റം. അടുത്തതായിട്ട് ദി 7 ലെവൽസ് ഓഫ് സീരിയൽ കില്ലേഴ്സ്. ഇവിടെയും സെയിം തന്നെയാണ്. ഏതോ നീഷിലെ ക്രിയേറ്ററിന് ഇതുപോലൊരു വീഡിയോ ചെയ്തപ്പോൾ വർക്കായപ്പോൾ ഈ സെയിം ഫോർമാറ്റ് പല നീഷിലുള്ള ക്രിയേറ്റേഴ്സും അവിടെ ചാനലിൽ കൊണ്ടുവന്നു. പിന്നെ ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വീഡിയോസിനായിരിക്കത്തില്ല കോപ്പി ചെയ്യുന്നത്. അവിടെ വീഡിയോയുടെ സക്സസ്ഫുൾ എലിമെന്റ്സിനായിരിക്കും. അതായത് ഐഡിയാസ്, ടൈറ്റിൽ, തംബ്നെയിൽ ഇങ്ങനെ. സോ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വ്യൂസ് കിട്ടാനുള്ള സാധ്യതയും കൂടും. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വരും. അതും കൂടാതെ തന്നെ വാച്ച് അവേഴ്സും കൂടും. അങ്ങനെ കൂടിയാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. വി ആർ ലോഞ്ച്ഡ് അവർ ഫസ്റ്റ് ബിസിനസ് ഫോണ്ടേഴ്സ് ബ്ലൂ പ്രിന്റ്. ഇത് യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുന്ന സർവീസ് ആണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഗ്രോത്തിനുള്ള ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് തരും. അതിനുശേഷം 2 മണിക്കൂർ ഞാൻ നിങ്ങളുടെ കൂടെ മീറ്റിംഗിൽ വന്ന് പേഴ്സണലി മെന്റർഷിപ്പ് തരികയും ചെയ്യും. ഈ സർവീസ് വേണ്ടവർക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളുടെ ടീമിനെ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു അവർ സ്ട്രാറ്റജി 2. ഇത് നിങ്ങൾക്ക് തുടക്കത്തിൽ വ്യൂസ് കിട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാനുമുള്ള ഒരു മാർഗമാണ്. ഈ മാസം എനിക്ക് കമ്മ്യൂണിറ്റി ടാബ് വഴി കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് നോക്കൂ. ഇനി ലൈഫ് ടൈം ആയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ അതുവഴി കിട്ടിയ സബ്സ്ക്രൈബേഴ്സിനെ നോക്കൂ. ഇവിടെ ചിലരെങ്കിലും പുച്ഛത്തോടെ ചിന്തിച്ചു കാണും.
400 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയപ്പോൾ അവന്റെ മുറ കണ്ടില്ലേ? പക്ഷേ ഇത്രയും സബ് കിട്ടാൻ ഞാൻ ഒരു എഫോർട്ട് പോലും എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് 3 മുതൽ 6 ദിവസം വരെ എടുക്കും. പക്ഷേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ വെറും 1 മിനിറ്റ് മാത്രം മതി. പക്ഷേ ഞാൻ പുതിയ പല ചാനൽസ് നോക്കിയാലും അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാറേ ഇല്ലായിരിക്കും. ഇതുവരെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റുകളും ഇടാത്ത ആൾക്കാരും ഉണ്ട്. സോ ഇതിനെ പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയൊരു സാധ്യതയാണ് തള്ളിക്കളയുന്നത്. നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് ആക്കാനുള്ള വലിയൊരു ഓപ്ഷനാണ് ഇത്. അതും കൂടെ തന്നെ യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് യൂട്യൂബ് ഷോർട്സിലും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ക്രിയേറ്റേഴ്സിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ നിങ്ങളുടെ യൂട്യൂബ് ഷോർട്സിൽ വന്നതായിട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ പണ്ടത്തേക്കാൾ കൂടുതൽ റീച്ച് ഇപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾക്കും കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബ് വഴി നിങ്ങൾക്ക് ഇതുപോലത്തെ ഓപ്ഷൻ ബേസ്ഡ് ക്യൂസും ക്വസ്റ്റ്യൻസും ഇടാം. പക്ഷേ പലരും ഞാൻ കണ്ടിട്ടുള്ളത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഇടാൻ മാത്രമായിരിക്കും. ലിങ്കൊക്കെ വലിച്ചു വാരി ഇടുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് ലെസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയും കമ്മ്യൂണിറ്റി ടാബിന്റെ റീച്ച് കുറയുകയും ചെയ്യും. അതിനു പകരം നിങ്ങൾ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിനെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ പോസ്റ്റ് ചെയ്ത് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിയാലും ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വീഡിയോയ്ക്കും ഞാനൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമാണ്, പലർക്കും യൂട്യൂബ് വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് അവർ തോന്നിയ സമയത്ത് അപ്ലോഡ് ചെയ്യും. അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത്, നല്ലൊരു ശതമാനം വ്യൂസ് കിട്ടുന്ന അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? രാവിലെ 9 മണിക്ക് വീഡിയോ എടുക്കുക, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് ശേഷം 1:30ക്ക് വീഡിയോസ് ഇടുക, വൈകുന്നേരം ചായ കുടിച്ചതിന് ശേഷം 4:15ന് വീഡിയോസ് ഇടുക. ഇങ്ങനെ പറയുന്ന അഡ്വൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തലക്കിട്ട് 2 കൊടുക്കുക. കാരണം ഇങ്ങനത്തെ ഓരോ പൊട്ട മണ്ടത്തരം വേറെയില്ല. അങ്ങനെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് യൂട്യൂബിന് ഒരു ബെസ്റ്റ് ടൈം ഇല്ല. നിങ്ങളുടെ ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഓഡിയൻസ് മോസ്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന സമയം കണ്ടുപിടിക്കുക. ആ സമയത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നിങ്ങളുടെ ചാനലിന്റെ ഡാറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക, അനലിറ്റിക്സ്, ഓഡിയൻസ്, ഇവിടെ താഴെ സ്ക്രോൾ ചെയ്താൽ വെൻ യുവർ വ്യൂവർ ഓൺ യൂട്യൂബ് എന്നൊരു ഗ്രാഫ് കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് വയലറ്റ് കളറുള്ള സമയമായിരിക്കും നിങ്ങളുടെ ഓഡിയൻസ് യൂട്യൂബിൽ മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സമയം. ഈ കളർ പറഞ്ഞ സമയമൊക്കെ നിങ്ങളുടെ ഓഡിയൻസ് യൂട്യൂബിൽ തീരെ കാണത്തില്ലായിരിക്കും. ഇതിന്റെ ലോജിക്ക് സിമ്പിൾ ആണ്. നിങ്ങളുടെ ഓഡിയൻസ് യൂട്യൂബിൽ മോസ്റ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വ്യൂസും കിട്ടും. എന്റെ ഈ ചാനൽ നോക്കിയാൽ 7 മണിക്കാണ് എന്റെ മോസ്റ്റ് ഓഫ് ദ വ്യൂവർ ആക്റ്റീവ് ആയിരിക്കുക. അതുകൊണ്ട് തന്നെ റെഗുലർ വ്യൂവർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോസ് പൊതുവെ അപ്ലോഡ് ചെയ്യുക 6 മണിക്കല്ലെങ്കിൽ 7 മണിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു യൂട്യൂബർ ആണ്, എന്റെ യൂട്യൂബ് അനലിറ്റിക്സിൽ ഒരു ഡാറ്റാസും ഇല്ല, സോ ഞാൻ ഇനി എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾക്ക് എയുടെ ഹെൽപ്പ് ചോദിക്കാം. ഇവിടെ ഞാൻ ChatGPT പോയിട്ട് എന്റെ നീഷും എന്റെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഏജ് ഗ്രൂപ്പും കൊടുത്തപ്പോൾ നമുക്ക് ChatGPT ബെസ്റ്റ് ടൈം പറഞ്ഞു തന്നത് കാണാൻ കഴിയും. സോ തുടക്കത്തിലുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം. ഇനി അടുത്ത് പറയാൻ പോകുന്ന സ്ട്രാറ്റജി എന്റെ ചാനലിൽ പെട്ടെന്ന് ഗ്രോത്ത് കൊണ്ടുവരാൻ സഹായിച്ച ഒരു സ്ട്രാറ്റജിയാണ്. ഒരു വ്യൂവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആവറേജ് ആയിട്ട് ഒരു 2-3 വീഡിയോസ് കണ്ടാൽ മാത്രമേ അവർ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ. ഇവിടെയാണ് ഈ ഒരു സ്ട്രാറ്റജി വരുന്നത്, മേക്ക് വീഡിയോസ് ലൈക്ക് നെറ്റ്ഫ്ലിക്സ് സീരീസ്. ഈ ഒരു സ്ട്രാറ്റജി ആയിരുന്നു മോണിറ്റൈസേഷൻ പ്രോസസ്സിലേക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞതും. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ സീരീസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു എപ്പിസോഡ് കണ്ടാൽ അത് തീർന്നു കഴിഞ്ഞാൽ അടുത്തൊരു എപ്പിസോഡ് കാണാനുള്ള ഒരു ത്വര തോന്നും. ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ യൂട്യൂബ് ചാനലും. ഇതെങ്ങനെ ചെയ്യാം? എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളൊരു മൂവി എക്സ്പ്ലനേഷൻ ചാനൽ തുടങ്ങിയെന്ന് കരുതുക. നിങ്ങൾ ആ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പുതിയതായിട്ട് ഇറങ്ങുന്ന മൂവീസിന്റെ കുറെ ഡീറ്റെയിൽസ് ആയിരിക്കും. സോ റീസെന്റ് ഇറങ്ങിയ എക്കോ എന്ന മൂവിയുടെ ഒരു വീഡിയോ ചെയ്തെന്ന് കരുതുക. എങ്കിൽ അത് അത്യാവശ്യം വർക്കായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതേ ടൈപ്പ് വീഡിയോസ് ഒരു 2-3 കൂടി ചെയ്യുക. അത് കഴിഞ്ഞാൽ റീസെന്റ് അതിന്റെ കൂടെ ഇറങ്ങിയ വേറെ മൂവീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഇവിടെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് കോർ മൂവി ലവേഴ്സിനെയാണ്. അവർ ഈ എല്ലാ മൂവീസും കാണുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വരുമ്പോൾ ഇതുപോലത്തെ അടുത്തൊരു വീഡിയോ ഉണ്ടല്ലോ അതും കാണും. അത് കഴിഞ്ഞാൽ വേറൊരു മൂവിയുടെ അതും കാണും. അതായത് നിങ്ങളുടെ ഒരു വീഡിയോ അവർക്ക് റെക്കമെൻഡായി ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബ് അതുപോലത്തെ സെയിം വീഡിയോ വീണ്ടും അവർക്ക് റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ ചാനലിനെ അവർ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്ക് വ്യൂസും കിട്ടും, സബ്സ്ക്രൈബേഴ്സും കിട്ടും, വാച്ച് അവേഴ്സും കിട്ടും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഷോർട്സിന് കിട്ടുന്ന വാച്ച് അവേഴ്സ് മെയിൻ വാച്ച് അവേഴ്സ് ആയിട്ട് ഒരിക്കലും കൂട്ടത്തില്ല. അതൊന്ന് ഓർത്തുകൊള്ളുക. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. മലയാളത്തിൽ തന്നെ വൺ ഓഫ് ദി ജീനിയസ് യൂട്യൂബറായ അർജുൻ എംപിയുടെ ചാനൽ നോക്കൂ. നിങ്ങൾ ആ ചാനൽ കയറി നോക്കിയാൽ എല്ലാം തന്നെ ഏകദേശം ചാലഞ്ച് വീഡിയോസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ലോങ് ഫോം വീഡിയോസ് നോക്കിയാലും സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ എന്റെ ചാനലിലെ വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ സീരീസ് നോക്കൂ. ഇതുപോലത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ഇതുപോലത്തെ വേറെ മൾട്ടിപ്പിൾ വീഡിയോസ് അവർ കാണാൻ ഇടയാകുകയും ചെയ്യും. ഇതിലൂടെ തന്നെ എനിക്കും ഈ സീരീസ് എഫക്റ്റ് എന്റെ ചാനൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. സോ ലോങ് ഫോം ചെയ്താലും ഷോർട്ട് ഫോം കോണ്ടന്റ് ചെയ്താലും സെയിം രീതിയിൽ വരുന്ന വീഡിയോസ് ചെയ്യാൻ നോക്കുക. സോ നിങ്ങൾ സത്യത്തിൽ യൂട്യൂബ് അൽഗോരിതത്തിനാണോ അതോ നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ടിയാണോ കോണ്ടന്റ് ചെയ്യുന്നത്? ഉറപ്പായി ഓഡിയൻസിന് വേണ്ടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ പ്രശ്നം വന്നു കാണും. ഏത് ടൈപ്പ് കോണ്ടന്റ് ചെയ്താലായിരിക്കും എന്റെ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, അവർ കാണാൻ സാധ്യത കൂടുതൽ? ഇത് പലർക്കും തുടക്കത്തിൽ അറിയത്തില്ലായിരിക്കും. അതറിയാൻ വേണ്ടി നിങ്ങളുടെ ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിന്റെ ഡാറ്റ വെച്ചുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. നേരെ യൂട്യൂബിന്റെ സ്റ്റുഡിയോയിൽ പോവുക, അനലിറ്റിക്സ് ഓഡിയൻസ്, ഇവിടെ താഴോട്ട് വന്നാൽ വാട്ട് യുവർ ഓഡിയൻസ് വാച്ചിങ് എന്ന് കാണാൻ കഴിയും. ഇവിടെ നല്ലതായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന വീഡിയോസ് നോക്കുക. പ്രോബബ്ലി ഇതുപോലത്തെ സിമിലർ ടോപ്പിക്സിൽ കോണ്ടന്റ് ചെയ്താൽ വ്യൂസ് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ യൂട്യൂബിന് ഇതുപോലത്തെ ഡാറ്റാസ് ഒക്കെ കിട്ടത്തുള്ളൂ. സോ ഈ 5 സ്ട്രാറ്റജീസ് നിങ്ങൾ ഫോളോ ചെയ്താൽ 28 ദിവസം കൊണ്ട് മോണിറ്റൈസ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേഗം തന്നെ മോണിറ്റൈസ് ആക്കാൻ കഴിയും. സോ ഇതും കൂടി ഓർക്കുക, യു ആർ 1 വീഡിയോ അവേ ഫ്രം ചേഞ്ചിങ് എവറിത്തിങ്. അതെ, ഒരു വീഡിയോ മതി എല്ലാം മാറി മറിയാൻ. ഇതിന്റെ പാർട്ട് 1, 2, 3 നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഉറപ്പായും കാണുക. അടുത്തു വരുന്ന പാർട്ട് 5 വീഡിയോയിൽ വീഡിയോ എഡിറ്റിംഗിന്റെ 12 സീക്രട്സ് പറയുന്ന വീഡിയോ ആയിരിക്കും വരിക. അത് വേഗം തന്നെ വരുന്നതായിരിക്കും. സോ ടാറ്റാ, ബൈ ബൈ.